ഇന്ന് നമുക്ക് ടെയിൽ ലൈറ്റ് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് RGB വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടെയിൽ ലൈറ്റ് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇപ്പം ഞാൻ ഒന്നാമത് ടെയിൽ ലൈറ്റ് ഞാൻ കസ്റ്റം ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടി ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോഴത്തെ ഇൻഡിക്കേറ്റർ ഏതാ വെച്ചാൽ ഇതുമാണ് ഇൻഡിക്കേറ്റർ. ഞാനെല്ലാം കാണിച്ചു തരാം. വണ്ടി ഓൺ ചെയ്ത് കാണിച്ചു തരാം. നമ്പർ പ്ലേറ്റ് ഞാൻ തൽക്കാലത്തേക്ക് റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് വണ്ടി ഐഡിൽ നിൽക്കുമ്പോൾ, അതായത് ബ്രേക്ക് പിടിക്കാതിരിക്കുമ്പോഴുള്ള ലൈറ്റ് ഇതാണ്. ഇങ്ങനെയാണ് ബ്രേക്ക് പിടിക്കാതിരിക്കുമ്പോൾ കത്തുക. ഇതാണ് ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ ഒരു പാറ്റേൺ. ഫ്ലിക്കറിങ് എഫക്റ്റ് ഞാൻ കയറ്റിയിട്ടുണ്ട്, പക്ഷെ വേറെ ഒന്നും കസ്റ്റം ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഫ്ലിക്കർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇതിൻ്റെ മൊഡ്യൂൾ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഫോട്ടോ കാണിച്ചു തരാം. അതാണ് ഇതിന് ഫ്ലിക്കറിന് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും അറിയാം, കുറച്ച് കാലമായി ഇറങ്ങിയിട്ട് ട്രെൻഡ്. എല്ലാവരും ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. ഹെഡ്ലൈറ്റല്ല DRലും ബ്രേക്ക് ലൈറ്റൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഇത് രാത്രി നല്ല പ്രകാശമുണ്ട്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കണ്ട. ഇൻഡിക്കേറ്റർ ഇത് ഞാൻ മെയിനായിട്ട് ചെയ്തത് ഇൻഡിക്കേറ്റർ ആളിറങ്ങുമ്പോൾ കയറുമ്പോൾ പൊട്ടുന്ന കാര്യം. എല്ലാ MT ഓണേഴ്സിനും ഫേസ് ചെയ്യുന്നത്. MT മാത്രമല്ല, V3 ഡൂക്ക് എല്ലാവർക്കും അതെ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇത് ഊരാം. ഈ സ്റ്റോക്കിൽ ലൈറ്റ് ഊരിട്ട് ബാക്കി ഇതിൽ ചെയ്യാം. അതിനാദ്യം സീറ്റ് ഓപ്പൺ ചെയ്യണം. നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാം. ടെയിൽ ലൈറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടാവും, അതുപോലെ ഇവിടെ ഉണ്ട്. ഈ ഒരു 2 ബോൾട്ട് എടുത്തതിന് ശേഷം ഇത് ഉള്ളിലേക്ക് പ്രസ് ചെയ്യാം. അതായത് ഇവിടെ അതിൻ്റെ ലോക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഉള്ളിലേക്ക് കുറച്ച് പ്രസ് ചെയ്തതിന് ശേഷം കളിച്ചാൽ കുറച്ചൊരു പണിയുണ്ട്. കാരണം ശരിക്കും പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 3 ബോൾട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഈ പ്ലേറ്റ് കിട്ടും. ഈ പ്ലേറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിനുള്ളിൽ ഈ ഒരു പീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 4 ബോൾട്ട് ഉണ്ടാവും. ടെയിൽ ടൈഡൊക്കെ ഫിറ്റാക്കുന്ന അവിടെ ഒരു ബോൾട്ട് ഉണ്ട്. അത് ഊരാലും മതി. അത് ഊരാൻ നമുക്ക് ഈ പാനൽ കിട്ടും. ഈ പാനൽ കിട്ടിയാൽ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ സുഖം. പക്ഷെ നമ്മളല്ലാണ്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഊരാന്നുള്ളതാണ് നിൽക്കണം. ഞാൻ ഇത് ഊരി കാണിച്ചിട്ട് വരാം. ചെറുതായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിയ ശേഷം നമുക്കിത് പ്രസ് ചെയ്താൽ റിമൂവ് ചെയ്ത് ഇങ്ങനെ കിട്ടും. ഇതുപോലെയൊന്നും അല്ല ഈ ലൈറ്റ് സീൽ ചെയ്ത് കിട്ടുക. നമുക്ക് ഇത് ഞാൻ ഈ കസ്റ്റം ചെയ്തതിന് ശേഷം ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് വേഗം ഇത് റിമൂവ് ചെയ്യാൻ പറ്റും ഇനി. അപ്പോൾ നമുക്ക് ഈ വയറിങ് വെച്ചാൽ ഇവിടെ നിന്നാണ് കണക്ഷൻ വരുന്നത്. ഇതാണ് ഇതിൻ്റെ വയറിങ് കണക്ഷൻ. ഇത് നമുക്ക് ഈ വഴി റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ടെയിൽസ് ലൈറ്റ് സെക്ഷൻ മൊത്തത്തിൽ റിമൂവ് ചെയ്ത് നമുക്ക് ഇട്ടിട്ടുണ്ട്, വയറിങ് അടക്കം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൊഡ്യൂൾ കണക്ഷൻ. ഈ റെഡ് ഇതിനുള്ളിൽ ഞാൻ സ്ലീവ് ചെയ്ത് വെച്ചിട്ടില്ല. അതാണ് ഫ്ലിക്കറിങ് എഫക്റ്റ് കൊടുക്കുന്നത് നമ്മൾ ടെയിൽ ലൈറ്റിന്. ബാക്കി നമുക്കിത് അകത്തോണ്ട് പോയിട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റോക്കിൻ്റെ നമ്മൾ ഗ്ലാസ് റിമൂവ് ചെയ്താൽ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സ്റ്റോക്ക് ബ്രേക്ക് ലൈറ്റ് ഇതാണ് ഈ കാണുന്ന പാനലാണ്. ഇതിൽ കുറേ LEDs ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് വരുന്ന എഡ്ജിലെ വയറാണ് 3 വയറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മൾ ഈ 3 സ്ക്രൂ ഊരിയിട്ട് ഈ ബൾബിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഞാൻ ഇപ്പോൾ ഊരി കാണിച്ചു തരാം. കാരണം എന്നാലും നമ്മൾ ഈ ചെയ്യുന്ന വയറിങ്ങൊക്കെ അതിനുള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വയറിങ് അതിനുള്ളിൽ വരുന്നുണ്ട്. കാരണം ഒരു ബൾബിൽ നിന്ന് തന്നെ ഏകദേശം 3 വയർ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ബൾബിൽ നിന്നും വയർ വരുമ്പോൾ നമുക്ക് ഇതിനുള്ളിൽ ജോയിൻ്റ് അടിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് സേഫായിട്ട് മാറ്റി വെക്കണം ഈ സ്റ്റോക്ക് ലൈറ്റ്. കാരണം നമ്മളെ ബൾബിന് എന്തെങ്കിലും പറ്റിയാലും നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാൻ ഈ സ്റ്റോക്ക് ബൾബ് സേഫ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ 3 ബോൾട്ട് ഊരിയ ശേഷം ഞാൻ കാണിച്ചു തരാം. 3 സ്ക്രൂ ഞാൻ റിമൂവ് ചെയ്തെടുത്തു. ഇത് സാധാ പ്ലസ് ആണ്, സ്ക്രൂ ആണ്. സ്ക്രൂയുടെ ഒരു നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ആ 3 റിമൂവ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ബേസ് ഗ്ലാസും ഈ വയറിങ് സെറ്റും റിമൂവ് ചെയ്തിട്ടും ഇനി ഈ കപ്ലർ റിമൂവ് ചെയ്തെടുക്കണം. ഈ സീല്, ഈ റബ്ബർ സീല് റിമൂവ് ചെയ്തെടുക്കണം. ഞാൻ കാണിച്ചു തരാം. ചെയ്താൽ തന്നെ നമുക്ക് പുറത്തേക്ക് കിട്ടും. വയറ് വലിച്ച് പുറത്തേക്ക് എടുക്കണം മൊത്തം.
അപ്പോൾ നമുക്കിനി അത് മാറ്റാം. ഇത് നമുക്ക് സേഫായിട്ട് മാറ്റി വെക്കണം. നമുക്ക് വേണ്ടത് ഇനി ഈ പീസ് മാത്രമാണ്, അതിൻ്റെ ബാക്ക് കവർ മാത്രം. ഈ ബൾബും ഈ ബോൾട്ടൊക്കെ നമുക്ക് ഇതിലേക്ക് ബോൾട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചിട്ട് വെക്കാം, കാരണം മിസ്സാകുന്നതായിട്ട്. ഇത് നമുക്ക് സേഫായിട്ട് എവിടെയെങ്കിലും മാറ്റി വെക്കാം, പിന്നെ ഒരു ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സീലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇത് ഗ്ലൂ ഗണ്ണാണ് ഇത്ര പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. സ്റ്റോക്കാണെങ്കിൽ ഹീറ്റ് ഗണ്ണൊക്കെ ഉപയോഗിച്ച് കുറച്ച് പണിയുണ്ട്. അതിനുശേഷം ഞാൻ ഇതിന് മുന്നേ ഫിറ്റാക്കിയ ലൈറ്റൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയെന്ന് വേണ്ടത് വെച്ചാൽ നമ്മൾ സ്റ്റോക്കായിട്ട് ബ്രേക്ക് ലൈനിൻ്റെ ഇടുന്ന കപ്ലർ ഉണ്ട്, അതായത് 3 വയറൊന്ന് പുറത്തേക്ക് വരും. അത് ഞാനിപ്പോൾ സെറ്റ് ചെയ്തതിൻ്റെ അതൊന്ന് റിമൂവ് ചെയ്ത് മാറ്റി സെപ്പറേറ്റ് ആക്കി എടുക്കുന്നു. അത് ഊരിയതിന് ശേഷം ഈ 3 വയർ എന്തിനാണെന്ന് വെച്ചാൽ ഇത് നെഗറ്റീവ് കറണ്ട് കൊടുക്കുന്നത്. ബാക്കി ഇത് പറഞ്ഞാൽ ഫുൾ ടൈം ഇഗ്നിഷനിൽ കറണ്ട് പോകുന്നത്. ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ടൈം ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും, പുതിയ BS6 മോഡലുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ബ്രേക്ക് പിടിക്കുമ്പോൾ മാത്രം കറണ്ട് സപ്ലൈ പോകുന്ന വയറാണിത്. ഇങ്ങനെയാണ് 3 വയർ ഇതിന് വരുന്നത്. ബാക്കി ഞാൻ കണക്ഷൻ കാണിച്ചു തരാം. അപ്പം ഞാൻ വിചാരിക്കുന്ന കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഇവിടെ വരെ കണക്ഷൻ പോയിട്ട് ഇവിടുന്ന് താഴേക്ക്, അതായത് ഒരു T സ്റ്റൈലാണ് ഞാൻ വിചാരിക്കുന്നത്. ഫുൾ ടൈം ലൈറ്റ് ഇങ്ങനെ റെഡ് ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് പാറ്റേൺ ആക്കാൻ പറ്റും. പാറ്റേൺ നമുക്ക് ഫോണിൽ ഉപയോഗിച്ച് ഏത് പാറ്റേൺ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കളർ. പക്ഷേ ബ്രേക്ക് ലൈറ്റ് ആകുമ്പോൾ നമ്മൾ റെഡാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ റെഡ് ഇങ്ങനെ റൺ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് പാറ്റേൺ കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേണാണ് ഞാൻ മനസ്സിൽ കണ്ടുള്ളത്. എന്താവും നമുക്ക് നോക്കാം. അതും പിന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും ലൈറ്റ് സെപ്പറേറ്റ് വേറെ തന്നെ കൊടുക്കാം, റെഡ് കത്തും. കാരണം ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ ബാക്കിലെ വണ്ടിക്കാർ അത്രയും കാണണം, ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സെപ്പറേറ്റ് വേറെ റെഡ് ലൈറ്റ് വെച്ച് കൊടുക്കാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ലൈറ്റ്സാണ് ഇതൊക്കെ. അപ്പോൾ ഇത് നമുക്ക് എത്ര മീറ്ററിൻ്റെ ഉള്ളിലേക്ക് വേണം നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കണം. 5 സ്ലീവിലേക്ക് ആയിരുന്നു. വേറൊരു സ്ലീവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ട എത്ര ലെങ്ത്തിൽ ലൈറ്റ്സ് വേണമെന്നും അതനുസരിച്ച് നമുക്ക് ഈ സ്ലീവിനുള്ളിൽ കയറ്റണം. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ബൾബ് ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, DRL കസ്റ്റമൈസേഷൻ. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ ബൾബ് എവിടെ നിന്ന് കിട്ടും, അതിൻ്റെ ലിങ്ക്, പിന്നെ ഇതിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യും, അതൊക്കെ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്നും കൊണ്ടെങ്കിൽ അതിൻ്റെ അത് നോക്കിയാൽ മതി. ഇതിന് തൊട്ട് മുന്നേറ്റ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സോൾഡർ ചെയ്തെടുത്ത വയറും ബൾബും കണക്ഷൻസ്. നമ്മൾ വെച്ചാൽ നമുക്ക് ആദ്യം വേണ്ടത് 2 ബൾബാണ്. അതായത് ഇതിലുള്ള നമ്മൾ സ്ലീവിലേക്ക് ഈ ബൾബ് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു പാറ്റേണിലേക്ക് വെക്കാനാണ്. കാണുന്നുണ്ടോ? അല്ല, ഈ ഒരു പാറ്റേണിലേക്ക് 2 എണ്ണം വേണം, ഇങ്ങനെ ഇപ്പുറം. പിന്നെ നമ്മൾ ഈ മുകളിലേക്ക് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ട പോലെ തന്നെ, അപ്പോൾ ഞാൻ കണ്ടത് ആദ്യത്തെ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും. ആ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടി നമുക്ക് ആദ്യം ഇങ്ങനൊരു പാറ്റേണും പിന്നെ ഇങ്ങോട്ടേക്ക് കണക്ഷൻ ആയിട്ട് സെപ്പറേറ്റ് വയർ വലിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ കത്തുന്ന ഞാൻ കാണിച്ചു തരാം. ഇത് വയറിങ് സെക്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മൊഡ്യൂൾ. ഇത് ബ്ലൂടൂത്ത് മൊഡ്യൂൾ. ഇത് 5 വോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാവും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അതിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് പ്രൊഡക്റ്റിൽ, നമുക്ക് അതിൻ്റെ ആമസോണിൽ പോയി വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് മൊഡ്യൂൾ. അപ്പോൾ നമുക്കിത് കത്തിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ലൈറ്റ്. ഇത് നമുക്ക് മൊബൈൽ കൺട്രോൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഈ സ്ലീവിലേക്ക് കയറ്റിയതിന് ശേഷം വരാം. അടുത്ത വീഡിയോ സ്ലീവിലേക്ക് കയറ്റിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫിനിഷിങ് കാണിച്ചു തരാം. അപ്പോൾ സ്ലീവൊക്കെ ചെയ്ത് നമ്മൾ ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റിൽ ഈ സൈഡിലൂടെ മാത്രമാണ് നമുക്ക് ലൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് നമ്മളെ ബോക്സിലേക്ക് സെറ്റ് ചെയ്യാം. ഇതിനുള്ളിലേക്ക് ലൈറ്റ് സെറ്റ് ചെയ്യണം. ഇതിനുള്ളിലേക്ക് നമുക്കിനി ലൈറ്റ് സെറ്റ് ചെയ്യണം. ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം എടുക്കും, ഒരു വീഡിയോ ഭയങ്കര ലെങ്ത്താവും. ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ സെറ്റ് ചെയ്തെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് 2 ചെറിയ പീസ് തമ്മിൽ ഒട്ടിച്ചിട്ട് അതിൽ ഒറ്റ പീസ് പോലെ ആക്കുക.
അതാണ് ആദ്യം ചെയ്യേണ്ടത്. നല്ല രീതിയിൽ ഗം ചെയ്യുക, നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ 3M ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടാവും, ചെറിയ നമ്മൾ നോർമൽ ഡബിൾ സൈഡ് ടേപ്പല്ല, 3M തന്നെ ഡബിൾ സൈഡ് ടേപ്പ് വരുന്നുണ്ട് ചെറിയ തിക്നെസ്സിൽ. ഞാൻ കാണിച്ചു, ഇത്ര തിക്നെസ് ഉണ്ടാവില്ല, ഈ തിക്നെസ്സിൽ വരും. എന്നിട്ട് അതാക്കുക. ഇത് ഒന്നെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഗ്ലൂ ഗണ്ണായിട്ട് ചെയ്ത് കുറച്ച് പെർഫെക്ഷൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി ഞാൻ ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ വയറിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ടുണ്ട്. ലൈറ്റ് നിങ്ങൾക്ക് കത്തുമ്പോൾ ഞാൻ ബ്ലാക്ക് ടിൻ്റ് അടിച്ചതിന് മുന്നേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉള്ളിലത്തെ ലൈറ്റൊന്നും കാണാൻ പറ്റാത്തത്. ഇതിന് വണ്ടിയിൽ ഫിറ്റാകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. എന്താ വയറിംഗ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്, മൊഡ്യൂള്, ഇത് ഫ്ലിക്കർ എല്ലാം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫിറ്റാക്കിയതിന് ശേഷം ഞാൻ ഇതെല്ലാം കാണിച്ചു തരാം എങ്ങനെയാണ് സെറ്റപ്പ്. വയറിങ്, ഫ്ലിക്കർ എല്ലാം ഉണ്ട്, ഫുൾ സെറ്റായി. ഗ്ലൂ ഗൺ വെച്ച് സീൽ ചെയ്തു, വാട്ടർ പ്രൂഫാക്കി, എവിടെയും സീൽ ചെയ്തു. ഇനി നമുക്ക് ഇൻസുലേഷൻ ടാപ്പ് വെച്ചൊന്ന് ചുറ്റണം. അതില്ല, ഞാൻ വാങ്ങി വെച്ച് വന്നിട്ട് ഇൻസുലേറ്റ് ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് 4 വയറായിട്ടാണ് കിട്ടുക ജോയിൻറ്റ്സ്. അതായത് 2 ബ്ലാക്ക് 2 റെഡ്, അതായത് ഒരു പെയർ, ഒരു റെഡ് ബ്ലാക്ക് ഒരു പെയർ, ഒരു റെഡ് ബ്ലാക്ക് ഒരു പെയർ. അതായത് ഇത് രണ്ടും നമ്മളെ കസ്റ്റം ചെയ്ത RGBൻ്റെ 2 ഔട്ടും, പിന്നെ വരുന്നത് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സെപ്പറേറ്റ് 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബ്രേക്കിന് വേണ്ടിയിട്ട്, അതിൻ്റെ 2 വയറായത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, നമ്മുടെ വയറാണിത്. അപ്പോൾ സ്റ്റോക്ക് വരുന്ന ബ്രേക്ക് ലൈറ്റിൻ്റെ അകത്തുനിന്ന് നമ്മളതിൻ്റെ കപ്ലർ റിമൂവ് ചെയ്തെടുക്കണം. കപ്ലർ ഇങ്ങനെ ഉണ്ടാവും, ഒരു 3 എൻഡായിട്ടുള്ള കപ്ലർ നിങ്ങൾക്ക് കിട്ടും. ആ കപ്ലർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ കളർ ഇങ്ങനെ ഉണ്ടാവുക, യെല്ലോ, ബ്ലൂ, ബ്ലാക്ക്. അപ്പോൾ യെല്ലോ, ബ്ലൂ, ബ്ലാക്ക് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ബ്ലാക്ക് എന്താണെന്ന് വെച്ചാൽ കോമൺ നെഗറ്റീവാണ്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തിരുന്ന് 2 നെഗറ്റീവ് നമ്മൾ ജോയിൻ ചെയ്യണം. 2 നെഗറ്റീവ് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് 3 ഔട്ടായി ബൾബ്. 2 റെഡ്, ഒരു കോമൺ ബ്ലാക്ക്, ഇപ്പോൾ 3 എണ്ണമായി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്ലാക്ക് കോമൺ ആയിട്ട് ഇതിന് കൊടുക്കുക. ഈ കോമൺ ബ്ലാക്കിന് നമ്മളെ കപ്ലറിൻ്റെ ബ്ലാക്ക് കൊടുക്കുക. അപ്പോൾ ബ്ലാക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി വേണ്ടത് ബ്ലൂ ആണ്. ഈ ബ്ലൂവിന് നമ്മൾ RGBൻ്റെ കണക്ഷൻ കൊടുക്കണം. കാരണം ഫുൾ ടൈം കത്താണ്ടിയിട്ട് നമ്മൾ RGBൻ്റെ ലൈറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇതാണ്, നമ്മൾ ഈ റെഡും ഈ ബ്ലൂവും തമ്മിൽ ഇൻസുലേറ്റ് ചെയ്യും. അപ്പോൾ ബാക്കി വരുന്നത് ഇതാണ്. ഇതിൻ്റെ കണക്ഷൻ യെല്ലോവും റെഡും കൂടി കൊടുക്കുക. അപ്പോൾ ഞാൻ കൊടുത്തിട്ട് കാണിച്ചു തരാം. നമ്മളങ്ങനെ കണക്ഷൻ കൊടുത്തു. അതായത് ബ്ലാക്ക് കോമൺ, പിന്നെ യെല്ലോ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം കത്തുന്നത്, പിന്നെ ബ്ലൂ ഫുൾ ടൈം കത്തുന്നത്. ആ ഫുൾ ടൈം കത്തുന്നതിലാണ് നമ്മൾ RGB കൊടുത്തത്. ബ്രേക്ക് ലൈറ്റ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്കൊന്ന് ചെറുങ്ങനെ ലൈറ്റായിട്ട് കത്തിച്ച് കാണിച്ചാൽ അത് നിങ്ങൾക്ക് അതിനൊരു ഐഡിയ മനസ്സിലാവും. ഇത് ഫുൾ ടൈം കത്തുന്ന ലൈറ്റാണ്, ഇത് ഫുൾ ടൈം കത്തും, ഇത് ബ്രേക്ക് വരും. അപ്പോൾ RGB ഫുൾ ടൈം നമ്മളിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇനി ബ്രേക്ക് പിടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പോയതിന് വേണ്ടി ഇതാണ് ബ്രേക്ക് പിടിക്കുമ്പോൾ. അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ എത്തും. ബാക്കി സമയം മൊത്തം RGB ഇങ്ങനെ തെളിയും. ഇങ്ങനെയാണ് ഇതിൻ്റെ വയറിങ് വരുന്നത്. നമുക്ക് ഞാൻ ഇപ്പോൾ ഇത് മൊത്തം സീൽ ചെയ്തിട്ട് കാണിച്ചു തരാം ബാക്കി. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ വയറിനെ നല്ല രീതിയിൽ സീൽ ചെയ്തു. നമ്മൾ ഇതിനെ ഒന്നിച്ച് പിടിച്ചിട്ട് ഒന്ന് സീൽ ചെയ്തും കൂടി കൊടുത്താൽ കുറച്ചും കൂടി സെക്യൂർ ആവും. അതിനുശേഷം നമ്മൾ കപ്ലർ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് സീൽ ചെയ്തിട്ട്, അപ്പോൾ വയറിങ്ങൊക്കെ നല്ല രീതിയിൽ സീൽ ചെയ്തു. ഇനി ഞാൻ ഇന്ന് കപ്ലർ, ഇതിന് നമ്മളിനി കണക്ഷൻ കൊടുക്കുക. കപ്ലറിലേക്ക്, സ്റ്റോക്ക് കപ്ലറിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഇത് കപ്ലറിന് ശേഷമുള്ള വയറിങ് കട്ട് ചെയ്യുന്നതിന് നമുക്ക് വലിയ പ്രശ്നമില്ല. കാരണം നമുക്കിനി വേണ്ടിക്കലി വേറൊരു ബ്രേക്ക് ലൈറ്റ് വാങ്ങിയിട്ട് ഇൻസേർട്ട് ചെയ്യാം. പക്ഷേ ഈ കപ്ലറിന് ശേഷമുള്ള മെയിൻ വയറിങ് ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല. അന്നേരമാണ് ഈ വാറൻ്റെയൊക്കെ കട്ടാകുന്നത്. അല്ലാതെ വേറെ ഈ വയറിങ്ങിൻ്റെ വയറിങ്ങിന് ശേഷം ഈ കപ്ലറിൽ നമുക്ക് കട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് ചാർജ് ഓണാക്കാം. കണ്ടോ,
അപ്പോൾ നമുക്ക് മൊബൈലിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വയറിങ്ങും മൊബൈൽ കണക്ഷനും മൊബൈൽ ആപ്പ് ഡൗൺലോഡിങ്ങും ഒക്കെ ഞാൻ അതിൻ്റെ മുന്നത്തെ RGB ഈ സെയിം ലൈറ്റ് DR കയറ്റുന്നതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മൊത്തം കംപ്ലീറ്റ് ആയി തരും. ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മോഡൊന്ന് കാണിച്ചു തരാം. നമുക്ക് മോഡ് മാറ്റാം. ഇതിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ റെഡാണ്. കാരണം ബ്രേക്ക് ലൈറ്റ് ആകുമ്പോൾ നമ്മളൊരിക്കലും ഇങ്ങനത്തെ RGB ഒന്നും കയറ്റി വെക്കുന്നതിൽ നമുക്ക് അത്ര താല്പര്യമില്ല എനിക്ക്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഈ ഇതിൽ തന്നെ റെഡിന് കുറേ ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട മൊബൈലിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ 1 2 3 4 5 6 7 8 9 ഈ 9 പാറ്റേണും റെഡിൻ്റെ ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ട ഇതൊരു പാറ്റേൺ, ഇത് രണ്ടാമത്തെ പാറ്റേൺ, മൂന്നാമത്തെ പാറ്റേൺ. ഇത് റെഡിൻ്റെ ഞാൻ കാണിച്ചിരുന്നു. ഇത് ബ്രീത്തിങ് എന്ന് പറയും. ഇപ്പോൾ വേറൊരു പാറ്റേൺ ഉണ്ട് 101. കണ്ട ഇതൊരു നല്ലൊരു പാറ്റേൺ ആണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് 121 എന്ന് വെച്ചൊരു പാറ്റേൺ ഉണ്ട്. കണ്ട പിന്നെ 128, പിന്നെ 135. ഇതാണ് ഇതിൻ്റെ പാറ്റേൺസ്. ഞാൻ ഇതിന് 2-3 സിനിമാറ്റിക് ആഡ് ചെയ്യാം. ബ്രേക്ക് പിടിക്കുമ്പോൾ താഴത്തെ സെക്ഷൻ കത്തും. എന്താ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. വീട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഈ വോൾട്ട് മീറ്റർ എങ്ങനെ ബൈക്കിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഏതൊരു ബൈക്കിനും സെറ്റ് ചെയ്യുന്ന വിധത്തിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ബൈ ഗൈസ്, ഡു സപ്പോർട്ട്.